മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നത് പരസ്പരമുള്ള സ്നേഹമാണല്ലേ. പ്രണയത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനം ഈ വികാരമാണ്. സ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ് ബന്ധത്തിൽ ഉലച്ചിൽ തട്ടുന്നത്. ഈ ദിവസം നമ്മൾ കേട്ട രണ്ട് സംഭവങ്ങളെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. കോട്ടയത്ത് വീട്ടമ്മയെ കൊലപ്പെടുത്തി ആൺ സുഹൃത്ത് ജീവനൊടുക്കിയ കേസും കാട്ടാക്കടയിൽ പ്രണയ നൈരാശ്യത്തെ തുടർന്നുള്ള യുവാവിൻ്റെ ആത്മഹത്യയും. രണ്ടിടത്തും വില്ലനായത് ബന്ധങ്ങളിലെ വിള്ളലാണ്. ഷെർലിയും ജോബും തമ്മിലുള്ള ബന്ധത്തിൽ എന്താണ് സംഭവിച്ചത്? കാട്ടാക്കട സ്വദേശി വിനുവിൻ്റെ ലക്ഷ്യം കൂട്ടക്കുരുതിയായിരുന്നു. ഇതോടൊപ്പം വയനാട് ബത്തേരിയിലെ രേഷ്മയുടെ ദുരൂഹ മരണവും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഇടുക്കി സ്വദേശിനി ഷെർലി ഭർത്താവിൻ്റെ മരണശേഷമാണ് കാഞ്ഞിരപ്പള്ളിയിലേക്ക് താമസം മാറിയത്. പിന്നീട് ജോബുമായി സൗഹൃദത്തിലാകുന്നു. കുറേ നാളുകളായി ഇരുവരും ഒന്നിച്ചായിരുന്നു താമസം. ഇടയ്ക്ക് ഇവരുടെ വീട്ടിൽ നിന്ന് ബഹളമൊക്കെ കേൾക്കാറുണ്ട്. സാധാരണ ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നമെന്നാണ് നാട്ടുകാർ കരുതിയത്. കഴിഞ്ഞ രാത്രിയിലും ഷെർലിയും ജോബും തമ്മിൽ വഴക്കുണ്ടായി. രാവിലെ വീട്ടിലെത്തിയവർ കണ്ടത് ചോരയിൽ കുളിച്ച് ചലനമറ്റ് കിടക്കുന്ന വീട്ടമ്മ. തൊട്ട് സമീപത്തായി തൂങ്ങി മരിച്ച നിലയിൽ ജോബും. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ എന്തായിരിക്കും സംഭവിച്ചത്? സാമ്പത്തിക ഇടപാടുകളും സംശയവുമൊക്കെ കൂട്ടമരണത്തിന് കാരണമായതായി സൂചനയുണ്ട്. ഷെർലിയെ കഴുത്തിന് മുറിവേറ്റ് രക്തമാർന്ന നിലയിൽ കിടപ്പുമുറിയിലും ജോബ്സ് കറിയത്ത് സ്റ്റെയർ കേസിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഫോണിൽ വിളിച്ച് കിട്ടാതെ വന്നതോടെ ഷെർലിയുടെ സുഹൃത്ത് പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 7 മാസം മുൻപാണ് കാഞ്ഞിരപ്പള്ളി കുളപ്പുറത്ത് ഷെർലി ഈ വീട് വെച്ചത്. ആ വീട്ടിലാണ് നാടിനെ ഞെട്ടിച്ച സംഭവം. ഇരുവരും തമ്മിൽ കുറച്ചുകാലം ഒരുമിച്ച് കഴിഞ്ഞിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തായി തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. ജോബിനെതിരെ ഷെർലി കാഞ്ഞിരപ്പള്ളി പോലീസിൽ പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു കൊലപാതകം. സാമ്പത്തിക തർക്കമാണ് ഇരുവർക്കുമിടയിലെ പ്രധാന പ്രശ്നം. ഷെർലിക്ക് മറ്റൊരാളുമായി അടുപ്പമുണ്ടായിരുന്നുവെന്ന് ജോബ് സംശയിച്ചിരുന്നു. ഇതും തർക്കത്തിന് കാരണമായി. ഷെർലിയുടെ ഭർത്താവ് നേരത്തെ തന്നെ അപകടത്തിൽ മരിച്ചിരുന്നു. ജോബ് കോട്ടയത്ത് നേരത്തെ ട്യൂഷൻ സെന്റർ നടത്തുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ ഫോറൻസിക് സംഘമടക്കം വീട്ടിൽ പരിശോധന നടത്തിയ ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. ന്യൂസ് 18 കോട്ടയം. നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രണയിച്ചിട്ടുള്ളവരായിരിക്കും. ചിലപ്പോൾ പ്രണയബന്ധത്തിൽ തേപ്പും കിട്ടിയിട്ടുണ്ടാകാം. നഷ്ടപ്രണയത്തിൻ്റെ അനുഭവം അങ്ങേയറ്റം കഠിന വേദനയാണല്ലേ. അത് ചിലപ്പോൾ നമ്മളെ മനോരോഗിയാക്കാം, ഒരു കൊലയാളിയാക്കാം, മരണത്തെക്കുറിച്ച് പോലും ചിന്തിക്കാം. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി വിനു ആത്മഹത്യ ചെയ്തത് പ്രണയ നൈരാശ്യത്തെ തുടർന്നാണ്. കാട്ടാക്കടയിലെ ഡിജിറ്റൽ പ്രസ്സിലെത്തി രാവിലെയാണ് യുവാവ് ജീവനൊടുക്കിയത്. കടയിലുണ്ടായിരുന്ന ജീവനക്കാരിക്കും സാരമായി പൊള്ളലേറ്റു. കടയിലെ സാധനങ്ങളും കത്തി നശിച്ചു. യുവതിയെ കൊലപ്പെടുത്തി ജീവനൊടുക്കുകയായിരുന്നു വിനുവിൻ്റെ ലക്ഷ്യമെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാട്ടാക്കട പോക്സോ കോടതി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ 3-ാം നമ്പർ നിലയിലാണ് ദാരുണ സംഭവം നടന്നത്. പെൺകുട്ടി ജോലി ചെയ്യുന്ന ഡിജിറ്റൽ പ്രിന്റിംഗ് പ്രസ്സിൽ രാവിലെ എത്തിയ വിനു ബാഗിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തുകയായിരുന്നു. പ്രണയത്തെ ചൊല്ലി സ്ഥാപനത്തിലെ മറ്റൊരു ജീവനക്കാരനും വിനു നേരത്തെ മെസ്സേജ് അയച്ചിരുന്നു. വിനുവും പെൺകുട്ടിയും നേരത്തെ വിവാഹിതരാണെന്നാണ് വിവരം. 1 വർഷമായി പെൺകുട്ടി കാട്ടാക്കടയിലെ ഡിജിറ്റൽ പ്രിന്റിംഗ് പ്രസ്സിൽ ജോലി ചെയ്തു വരികയാണ്.
സ്ഥാപനത്തിനകത്തുള്ള മറ്റൊരു ജീവനക്കാരനോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ട ശേഷമാണ് ഇയാൾ സ്വയം തീ കൊളുത്തിയത്. നീ ആഗ്രഹിച്ചതുപോലെ ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞാണ് ജീവനൊടുക്കിയത്. ആത്മഹത്യ തടയാൻ ശ്രമിക്കുന്നതിനിടെ പെൺകുട്ടിയുടെ മുഖത്തും ശരീരത്തും പൊള്ളലേറ്റു. ന്യൂസ് 18 തിരുവനന്തപുരം. കടുത്ത സാമ്പത്തിക ബാധ്യത, പ്രിയപ്പെട്ടവരുടെ മരണം, നമ്മുടെയൊക്കെ ജീവിതം കീഴ്മേൽ മറിയാൻ ഇങ്ങനെ നിമിഷ നേരം മതിയല്ലേ? വയനാട് ബത്തേരി സ്വദേശി ജിനേഷും ഭാര്യ രേഷ്മയും 4-5 വർഷം മുൻപ് വരെ ഏറെ സന്തോഷത്തോടെ കഴിഞ്ഞൊരു കുടുംബമാണ്. പിന്നീട് കോവിഡ് പ്രതിസന്ധി സൃഷ്ടിച്ച സാമ്പത്തിക ബാധ്യത, അതിനെ മറികടക്കാൻ ബ്ലേഡ് മാഫിയയിൽ നിന്നും പണം കടം വാങ്ങുന്നു. അതോടെ തുടങ്ങിയതാണ് ഇവരുടെ ദുരിതം. കടം വീട്ടാൻ ജിനേഷ് ഇസ്രായേലിലേക്ക് ജോലി തേടിപ്പോയി. അവിടെ വെച്ചുള്ള ആകസ്മിക മരണം. കഴിഞ്ഞ ദിവസം കേട്ടത് രേഷ്മ ആത്മഹത്യ ചെയ്തെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. ഇതോടെ ജിനേഷിൻ്റെ മരണത്തിലും ദുരൂഹത സംശയിക്കുന്നു. രണ്ടുപേരുടെയും മരണത്തിൽ ബ്ലേഡ് മാഫിയയ്ക്ക് പങ്കെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ജിനേഷ് ബീനാച്ചി പുഴുപ്പത്തൂർ സ്വദേശികളിൽ നിന്ന് 20 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. ജിനേഷ് ഒപ്പിട്ട് നൽകിയ ചെക്കുകളും മുദ്രപത്രങ്ങളും ഉപയോഗിച്ച് വീടും ഭൂമിയും തട്ടിയെടുത്തതിൽ മനംനൊന്താണ് രേഷ്മ ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ പരാതി. വിവിധ ഘട്ടങ്ങളിലായി പലിശ സഹിതം തിരിച്ചു നൽകിയെന്ന് വ്യക്തമാക്കുന്ന ജിനേഷിന്റെ പരാതിയുടെ പകർപ്പും രേഷ്മയുടെ പരാതിയുടെ പകർപ്പും കുടുംബം പുറത്തുവിട്ടു. ജിനേഷ് ഇസ്രായേലിലേക്ക് പോകും മുമ്പ് ഈ സംഘം മർദ്ദിച്ചതായും പരാതിയുണ്ട്. മാസം മുമ്പാണ് ഇസ്രായേലിൽ വെച്ച് ജിനേഷിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 30-ന് രേഷ്മയെ ബത്തേരി കോളിയാടിയിലെ വീട്ടിൽ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി. ജിനേഷിന്റെ മരണശേഷം ഇതേ സംഘം തന്നെ അപമാനിക്കാൻ ശ്രമിച്ചതായും സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായും രേഷ്മ ബത്തേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്തത് ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ ഉന്നത ബന്ധങ്ങളാണെന്ന ആക്ഷേപവും ശക്തമാണ്. ന്യൂസ് 18 വയനാട്. നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, പക്ഷെ നീ താങ്ങില്ല. നിന്റെ ഭീഷണിയൊക്കെ നിർത്തിക്കോ. മൂന്നാമത്തെ ബലാത്സംഗ കേസിലെ പരാതിക്കാരിക്ക് നേരെയുള്ള രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഭീഷണിയും വെല്ലുവിളിയുമാണിത്. യുവതിയുമായി രാഹുൽ നടത്തിയ ടെലിഗ്രാം ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളാണ് പുറത്തു വന്നത്. യുവതിയെയും കുടുംബത്തെയും അപായപ്പെടുത്തുമെന്ന തരത്തിൽ വധഭീഷണി വരെയുള്ള സന്ദേശങ്ങൾ ചാറ്റിലുണ്ട്. പേടിപ്പിക്കാൻ നീയല്ല, ലോകത്തൊരു മനുഷ്യനും നോക്കേണ്ടെന്നും രാഹുൽ പറയുന്നു. പരാതി കെട്ടിച്ചമച്ചതെന്നാണ് ജാമ്യാപേക്ഷയിൽ പ്രതി വ്യക്തമാക്കുന്നത്. അതിനിടെ ബലാത്സംഗ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കുട്ടത്തിനെ അയോഗ്യനാക്കാനുള്ള നടപടികൾ ഉണ്ടായേക്കുമെന്നും സൂചനയുണ്ട്. മൂന്നാമത്തെ ബലാത്സംഗ കേസിലെ പരാതിക്കാരിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച ഭീഷണി സന്ദേശങ്ങളാണ് പുറത്തു വന്നത്. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കും. പേടിപ്പിക്കാൻ നീയെന്നല്ല, ലോകത്ത് ഒരു മനുഷ്യനും നോക്കേണ്ട. ഞാൻ എല്ലാത്തിൻ്റെയും എക്സ്ട്രീം കഴിഞ്ഞു നിൽക്കുകയാണ്. നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, പക്ഷേ നീ താങ്ങില്ല. നാട്ടിൽ വന്നാൽ കുറെ ആളുകളുമായി നിന്റെ വീട്ടിൽ വരുമെന്നും രാഹുൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിലവിൽ രാഹുലിന്റെ അറസ്റ്റിലേക്ക് നയിച്ച പരാതി
ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകും മുമ്പ് അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവന്ന ചാറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരാതി നൽകാൻ പോവുകയാണെന്ന് പറയുമ്പോഴാണ് രാഹുൽ ഭീഷണി സന്ദേശങ്ങൾ അയച്ചത്. നീ ചെയ്യാനുള്ളത് ചെയ്യ, ബാക്കി ഞാൻ ചെയ്തുകൊള്ളാം, എന്തു പറഞ്ഞാലും നഷ്ടപ്പെടാൻ ഒന്നുമില്ല, നീ കേസ് കൊടുക്ക. ഈ കേസ് കോടതിയിൽ വരുമ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ, അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല സന്ദേശത്തിൽ പറയുന്നു. ഇത്തരത്തിൽ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന സന്ദേശങ്ങൾ രാഹുൽ യുവതിക്ക് അയച്ചിട്ടുണ്ട്. അതേസമയം തനിക്കെതിരെ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നും പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമെന്നുമാണ് രാഹുൽ കഴിഞ്ഞ ദിവസം നൽകിയ ജാമ്യ ഹർജിയിൽ പറയുന്നത്. പരാതിക്കാരി പ്രായപൂർത്തിയായ വ്യക്തിയാണെന്നും ഒരു പുരുഷനെ കാണാനായി റൂം ബുക്ക് ചെയ്തെത്തുമ്പോൾ അതിന്റെ വരുംവരായികളെക്കുറിച്ച് കൃത്യമായി തിരിച്ചറിയാൻ ശേഷിയുള്ള ആളാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കേസിൽ പോലീസ് റിപ്പോർട്ടിന് ശേഷം ജാമ്യ ഹർജി പരിഗണിക്കാമെന്നാണ് കോടതി നിലപാട്. അതിനിടെ ഒന്നിലേറെ ബലാത്സംഗ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാൻ നീക്കം തുടങ്ങിയെന്ന റിപ്പോർട്ടുണ്ട്. ബലാത്സംഗ പരാതികൾ അന്വേഷിക്കുന്ന പ്രത്യേക പോലീസ് സംഘം രാഹുലിനെതിരായ പരാതികളുടെ വിശദാംശങ്ങളും ഇതുവരെയുള്ള അന്വേഷണത്തിലെ കണ്ടെത്തലുകളും കാര്യങ്ങളും നിയമസഭാ സ്പീക്കറെ അറിയിച്ചു. ഇതനുസരിച്ച് സ്പീക്കർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭാ അംഗത്വത്തിൽ നിന്ന് നീക്കാനുള്ള നടപടികൾ തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. വിഷയം നിയമസഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് അയച്ചു കഴിഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയെ തുടർച്ചയായി അപമാനിക്കുന്ന രാഹുൽ ഈശ്വറിനെ അങ്ങനെ വെറുതെ വിടാൻ കഴിയുമോ? ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്നത് രാഹുലിന് പുതിയ നിയമക്കുരുക്കായേക്കും. ഇത് ചൂണ്ടിക്കാട്ടി പോലീസ് നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം CJM കോടതി നോട്ടീസ് അയച്ചു. അതേസമയം താൻ ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടില്ലെന്നും തൻ്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് നിസ്സാര കാരണങ്ങൾ നിരത്തുന്നുവെന്നുമാണ് രാഹുലിൻ്റെ വാദം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ പരാതിയിലെ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചെന്ന കേസിലാണ് രാഹുൽ ഈശ്വറിന് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നോട്ടീസ് അയച്ചത്. രാഹുൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്ന് കാണിച്ച് പ്രോസിക്യൂഷൻ സമർപ്പിച്ച അപേക്ഷയിലാണ് കോടതിയുടെ നടപടി. ഈ മാസം 19-ന് രാഹുൽ നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ ഹാജരായി ജാമ്യം റദ്ദാകാതിരിക്കാനുള്ള കാരണം ബോധിപ്പിക്കണം. ഇതിന്മേൽ കോടതി വാദം പരിഗണിച്ച ശേഷമാകും ഉത്തരവുണ്ടാവുക. അതേസമയം താൻ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചിട്ടില്ലെന്നാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. തന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് നിസ്സാര കാരണങ്ങൾ നിരത്തുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് അനാവശ്യമായ ജയിലിൽ ഇട്ടുവെന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. 16 ദിവസത്തോളമാണ് ജയിലിൽ കിടന്നത്. യഥാർത്ഥത്തിൽ സ്റ്റേഷൻ ജാമ്യം തന്നു വിടേണ്ട ഒരു കാര്യത്തിന് 16 ദിവസത്തോളം ജയിലിലിടുകയുണ്ടായി. അതിനുശേഷമാണ് എനിക്ക് ജാമ്യം കിട്ടിയത്. പക്ഷേ സാമൂഹിക കാര്യങ്ങളിൽ നിലപാടെടുക്കുന്നതുകൊണ്ടും പുരുഷന്മാർക്ക് വേണ്ടി നിലപാടെടുക്കുന്നതുകൊണ്ടും വീണ്ടും നിശബ്ദനാക്കാൻ വേണ്ടി പോലീസ് വീണ്ടും മൂവ് ചെയ്തിരിക്കുകയാണ്. ജാമ്യം നിഷേധിക്കണമെന്ന് പറഞ്ഞു. ചെയ്ത കുറ്റം എന്താണ് എന്ന് പോലീസ് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പരാതി കൊടുത്ത പെൺകുട്ടി, ബഹുമാനപ്പെട്ട സെഷൻസ് കോടതിയുടെ വിധിയിൽ ആ പെൺകുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊടുത്ത പീഡന ആരോപണം നിലനിൽക്കില്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ആ കോടതി ഫൈൻഡിംഗ് അടക്കം സൂചിപ്പിച്ചുകൊണ്ട് ഈ വ്യക്തി അതിജീവിതയല്ല എന്ന് പറഞ്ഞു. ഇതാണ് എനിക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസ്. അത് അവരിൽ മാനസിക സമ്മർദ്ദമുണ്ടാക്കി. അതുകൊണ്ട് രാഹുൽ ഈശ്വറിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യാം. കേസിൽ അറസ്റ്റ് ചെയ്ത് 16 ദിവസത്തിന് ശേഷം ഡിസംബർ 15-നാണ് ജില്ലാ കോടതി രാഹുലിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. അതിജീവിതയെ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിക്കരുതെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ രാഹുൽ വീണ്ടും വീഡിയോയിലൂടെ അതിജീവിതയെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചുവെന്നും ഭയപ്പെടുത്തുന്നതിന് തുല്യമാണിതെന്നും പോലീസ് കോടതി അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് നടപടി. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ സമയത്ത് 10 ദിവസത്തിൽ താഴെ മാത്രമാണ് അതിജീവിതയുടെ അഭിഭാഷക കോടതിയിലെത്തിയത്. അതും അരമണിക്കൂർ മാത്രമേ കോടതിയിലുണ്ടാകൂ. ആ സമയം ഉറക്കമായിരുന്നു പതിവ്. അതിജീവിതയുടെ അഭിഭാഷകയ്ക്കെതിരെ
വിചാരണ കോടതി ഉന്നയിച്ച അതിരൂക്ഷ വിമർശനമാണിത്. വിശ്രമസ്ഥലം എന്ന രീതിയിലാണ് അഭിഭാഷക കോടതിയിൽ എത്താറുള്ളത്. എന്നിട്ടാണ് കോടതി അത് കേട്ടില്ല, പരിഗണിച്ചില്ല എന്ന് പറയുന്നതെന്നും കോടതി വിമർശിച്ചു. കേസിൽ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ടതിന് പിന്നാലെ കോടതിയെ വിമർശിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ടി.ബി. മിനി രംഗത്ത് വന്നു. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് അതിജീവിതയുടെ അഭിഭാഷകയ്ക്കെതിരെ കോടതി വിമർശനം ഉന്നയിച്ചത്. വിചാരണ സമയത്ത് 10 ദിവസത്തിൽ താഴെ മാത്രമാണ് അഭിഭാഷക കോടതിയിലെത്തിയത്. അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാവാറുള്ളത്. ആ സമയം ഉറങ്ങുകയാണ് പതിവെന്നും കോടതി വിമർശിച്ചു. വിശ്രമസ്ഥലം എന്ന രീതിയിലാണ് അഭിഭാഷക കോടതിയിലെത്താറുള്ളത്. എന്നിട്ടാണ് കോടതി അത് കേട്ടില്ല, പരിഗണിച്ചില്ല എന്ന് പറയാറുള്ളതെന്നും കോടതി വിമർശിച്ചു. നടി അക്രമക്കേസിലെ വിധിക്ക് പിന്നാലെ കോടതിയെ വിമർശിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ടി.ബി. മിനി രംഗത്ത് വന്നിരുന്നു. തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന വാദം പച്ചക്കള്ളമെന്നായിരുന്നു അഭിഭാഷകയുടെ വിമർശനം. അതേസമയം കേസിൽ നിയമോപദേശം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ്. വിചാരണ കോടതിയുടെ വിധി പൂർണ്ണമായും അംഗീകരിക്കാനാവില്ലെന്നും ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ട നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകണമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിയമോപദേശം സർക്കാരിന് ലഭിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതി ചേർത്ത അന്നു മുതൽ ഒരാൾ ആശുപത്രിയിൽ കഴിയുകയാണ്. അയാളുടെ മകൻ SP ആണെന്നും അതാണ് ആശുപത്രിയിൽ കഴിയുന്നതെന്നും ചൂണ്ടിക്കാട്ടിയത് ഹൈക്കോടതിയാണ്. കേസിൽ പ്രതി ചേർക്കപ്പെട്ട ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിലാണ് SITക്കെതിരെ വീണ്ടും ഹൈക്കോടതി തുറന്നടിച്ചത്. എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത് എന്തിനെന്ന ചോദ്യവും ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് ചോദിച്ചു. ശങ്കർദാസ് ആശുപത്രിയിൽ ബോധമില്ലാത്ത അവസ്ഥയിലെന്നാണ് പ്രതിഭാഗം കോടതിയെ അറിയിച്ചത്. ഈ സംസ്ഥാനത്ത് എന്ത് അസംബന്ധമാണ് നടക്കുന്നതെന്ന് ചോദിച്ച ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നടപടികളോട് യോജിപ്പില്ലെന്നും SITയുടെ നടപടി അംഗീകരിക്കാനാകില്ലെന്നും വ്യക്തമാക്കി. ശബരിമലയിലെ സ്പോൺസർമാർക്കെതിരെയും ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചു. KP ശങ്കർദാസ് ആശുപത്രിയിൽ കിടക്കുന്ന ഫോട്ടോയടക്കം ഇന്ന് പുറത്തു വന്നിരുന്നു. ഇതിനിടെയാണ് ഹൈക്കോടതിയുടെ വിമർശനം. ചെറിയ ഏരിയയെ വിട്ട് വലിയ മീനിനെ പിടിക്കുകയാണ് ലക്ഷ്യമെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ, മുരാരി ബാബു എന്നീ 3 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി വിധി പറയാനായി മാറ്റി. നേരത്തെ SITയുടെ നടപടിയെ വിമർശിച്ച അതേ ദേവസ്വം ബെഞ്ച് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ശങ്കർദാസിന്റെ അറസ്റ്റുണ്ടാകാത്തതിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു കാരണവശാലും ഒഴിയാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡെന്ന് കോടതി ചോദിച്ചു. ശബരിമലയിലെ ശ്രീകോവിൽ വാതിലിൽ സ്വർണം പൂശിയത് താനെന്നാണ് ഗോവർദ്ധനൻ ജാമ്യാപേക്ഷയിൽ വാദിച്ചത്. അതിന് 35 ലക്ഷം രൂപ ചിലവായെന്നും അയ്യപ്പ ഭക്തനാണ് താനെന്നും വാറണ്ടി രേഖകൾ തന്റെ പക്കലുണ്ടെന്നും ഗോവർദ്ധൻ വാദിച്ചു. ശങ്കർദാസ് ആശുപത്രിയിൽ ബോധമില്ലാത്ത അവസ്ഥയിലാണ് എന്നാണ് പ്രതിഭാഗം കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അറിയിച്ചത്. മെഡിക്കൽ ICUവിൽ കിടക്കുന്ന ഫോട്ടോയടക്കം ഹാജരാക്കിയായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് മുൻകൂർ ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. തുടർന്ന് ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കുന്നതിന് ജനുവരി 14 മാറ്റിവെക്കുകയായിരുന്നു. SIT ശേഖരിച്ച മെഡിക്കൽ രേഖകൾ 14-ാം തീയതി ഹാജരാക്കണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം. ന്യൂസ് 18 കൊച്ചി. പല കേസുകളിലും പോലീസ് ചിലപ്പോൾ ഒരു ഭാഗം മാത്രമാകാം കേൾക്കാറുള്ളത്. അതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമ്പോൾ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരാം.
കാസർഗോഡ് തൃക്കരിപ്പൂരിൽ പുതുവത്സര തലേന്ന് ഹോട്ടലിലുണ്ടായ അക്രമ സംഭവത്തിൽ ഹോട്ടൽ ജീവനക്കാർ കൂടി പ്രതിപ്പട്ടികയിലേക്ക് വരുന്നു. ഭക്ഷണം വൈകിയത് ചോദ്യം ചെയ്തതിന് ഹോട്ടൽ ജീവനക്കാർ മർദ്ദിച്ചുവെന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ഹോട്ടലിലെത്തിയവർ ജീവനക്കാരെ മർദ്ദിച്ചെന്നായിരുന്നു നേരത്തെയുള്ള കണ്ടെത്തൽ. പിന്നീട് മുഴുവൻ CCTV ദൃശ്യങ്ങളും പരിശോധിച്ച ശേഷമാണ് പോലീസിന്റെ നടപടി. ഇക്കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ തൃക്കരിപ്പൂരിലെ ഹോട്ടലിലുണ്ടായ ആക്രമണത്തിലാണ് വഴിത്തിരിവ്. ഭക്ഷണം കഴിക്കാനെത്തിയ പയ്യന്നൂർ കാരയിലെ 4 യുവാക്കൾ ഭക്ഷണം വൈകിയത് ചോദ്യം ചെയ്തപ്പോൾ ഹോട്ടൽ ജീവനക്കാർ മർദ്ദിച്ചുവെന്ന പരാതിയിലാണ് നടപടി. ഹോട്ടൽ ജീവനക്കാരായ ഷിഹാബ്, അബ്ദു, ബിട്ടുവലി എന്നിവർക്കെതിരെയും കണ്ടാലറിയുന്ന 17 പേർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചന്തേര പോലീസ് കേസെടുത്തു. ഹോട്ടൽ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായ A. ശ്രീജിത്തിന്റെ പരാതിയിലാണ് 20 പേർക്കെതിരെ ചന്തേര പോലീസ് കേസെടുത്തത്. അന്നേ ദിവസത്തെ സംഭവത്തിൽ ഹോട്ടലുടമയ്ക്കും ജീവനക്കാർക്കും അനുകൂലമായ വീഡിയോ മാത്രമാണ് പുറത്തുവിട്ടതെന്ന് മുമ്പേ തന്നെ ആരോപണമുണ്ടായിരുന്നു. ഹോട്ടലിലെ മുഴുവൻ CCTV ദൃശ്യങ്ങളും പരിശോധിച്ച ശേഷമാണ് പോലീസിന്റെ നടപടി. ന്യൂസ് 18 തൃക്കരിപ്പൂർ. പാവപ്പെട്ട രോഗികളുടെ ചികിത്സയ്ക്കായി തയ്യാറാക്കുന്ന വീഡിയോകൾ എഡിറ്റ് ചെയ്ത് പണം തട്ടുന്ന സംഘം നാട്ടിൽ സജീവമാകുന്നു. വ്യാജ QR കോഡുകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ചേർത്ത് സോഷ്യൽ മീഡിയ വഴി ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ തട്ടിയെടുത്തത്. കാസർഗോഡ് ചികിത്സാ സഹായ കമ്മിറ്റിക്ക് വേണ്ടി തയ്യാറാക്കിയ വീഡിയോ ദുരുപയോഗം ചെയ്ത് പണം തട്ടിയ സംഭവത്തെക്കുറിച്ച് അറിയണം. ലക്ഷങ്ങളാണ് സംഘം വിവിധ ആളുകളിൽ നിന്നായി തട്ടിയെടുത്തത്. സന്നദ്ധ പ്രവർത്തകർ രോഗികൾക്കായി തയ്യാറാക്കുന്ന വീഡിയോകളിൽ യഥാർത്ഥ അക്കൗണ്ട് വിവരങ്ങൾക്ക് പകരം തട്ടിപ്പ് സംഘത്തിന് വിവരങ്ങൾ ചേർത്താണ് പ്രചരിപ്പിക്കുന്നത്. വീഡിയോയിൽ കാണുന്ന QR കോഡുകൾ മാറ്റം വരുത്തി പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് തിരിച്ചുവിടുന്നു. ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പണം നൽകി വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതിലൂടെ കൂടുതൽ പേരിലേക്ക് വ്യാജ വീഡിയോ വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. സന്നദ്ധ പ്രവർത്തകൻ അമർഷാൻ ക്രൗഡ് ഫണ്ടിങ്ങിനായി പുറത്തിറക്കുന്ന വീഡിയോകൾ പലതവണ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടതായി പരാതിയുണ്ട്. ഏറ്റവും ഒടുവിലായി പടന്നയിലെ ഷംസുദ്ദീൻ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് വേണ്ടി തയ്യാറാക്കിയ വീഡിയോ ദുരുപയോഗം ചെയ്തതിനെതിരെ ചന്തേര പോലീസിൽ പരാതിയുണ്ട്. തട്ടിപ്പ് സംഘത്തെ കണ്ടെത്താൻ വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് സന്നദ്ധ പ്രവർത്തകർ പറയുന്നു. അർഹരായ രോഗികൾക്ക് ലഭിക്കേണ്ട തുക ഇത്തരത്തിൽ അജ്ഞാതർ കൈക്കലാക്കുന്നതിനെതിരെ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. ചികിത്സാ സഹായം നൽകുന്നവർ വീഡിയോയിലെ വിവരങ്ങൾ ആധികാരികമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം പണം അയക്കണമെന്ന് സന്നദ്ധ പ്രവർത്തകർ അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് 18 തൃക്കരിപ്പൂർ. ചില മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്. പണിയെടുത്ത് ജീവിക്കാൻ അല്പം പ്രയാസമാണ്. മറ്റുള്ളവരെ കബളിപ്പിച്ചും പണം കൊള്ളയടിച്ചും ആഡംബര ജീവിതം നയിക്കണം. തൃശ്ശൂർ MG റോഡിലെ സർബത്ത് കടയിൽ നിന്ന് പണം മോഷ്ടിച്ചത് ഒരു യുവാവാണ്. രാത്രിയിൽ ഇരുട്ടിൻ്റെ മറവിലാണ് 1 ലക്ഷം രൂപ കവർന്നത്. കട ഉടമയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ രാത്രി 10 മണിയോടുകൂടിയാണ് മോഷണം നടന്നത്. കടയിലെ ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷണം പോയത്. മാടക്കത്തറ സബ്സ്റ്റേഷനിലെ പൊട്ടിത്തെറിയെ തുടർന്ന് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വൈദ്യുതി തടസ്സപ്പെട്ടിരുന്നു. ഈ സമയത്താണ് മോഷ്ടാവ് ഷട്ടർ ഉയർത്തി കടയ്ക്കകത്ത് കയറിയത്. കടയുടമ ലോൺ അടയ്ക്കാൻ സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടമായത്. ഒരു യുവാവാണ് മോഷണം നടത്തിയിട്ടുള്ളത്. ടീഷർട്ടും പാന്റും ധരിച്ച യുവാവിന്റെ ദൃശ്യം CCTVയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്.
രാവിലെ കട തുറക്കാനെത്തിയപ്പോൾ ഷട്ടർ ഉയർത്തിയ നിലയിലായിരുന്നുവെന്ന് കടയിലെ ജീവനക്കാരി പറഞ്ഞു. പണം മാത്രമാണ് നഷ്ടപ്പെട്ടതെന്നും അറിയാവുന്ന ആരോ ആണ് മോഷണത്തിന് പിന്നിലെന്നും സംശയിക്കുന്നു. യുവാവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 തൃശൂർ. കണ്ണൂർ സെൻട്രൽ ജയിലിന് സമീപം വീണ്ടും സുരക്ഷാ വീഴ്ച. ജയിൽ പരിസരത്ത് ഡ്രോൺ പറന്ന സംഭവത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജയിൽ ജോയിന്റ് സൂപ്രണ്ടിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നടപടി. ഡ്രോൺ വരുന്നത് തടവ് പുള്ളികൾക്ക് ലഹരി വസ്തുക്കൾ നൽകാനാണോ എന്ന സംശയം ഉയരുന്നുണ്ട്. കഴിഞ്ഞ വർഷം മാർച്ചിലും വനിതാ ജയിലിന് മുകളിലൂടെ അജ്ഞാത ഡ്രോൺ പറന്നിരുന്നു. സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. ജനുവരി 10 ശനിയാഴ്ച വൈകുന്നേരം 4:20 അതീവ സുരക്ഷാ മേഖലയായ കണ്ണൂർ ജയിൽ പരിസരത്ത് ഡ്രോൺ പറന്നത്. സെൻട്രൽ ജയിലിന്റെ പശുത്തൊഴുത്തിന് സമീപത്ത് കൂടി വനിതാ ജയിലിന്റെ ഭാഗം വഴിയായിരുന്നു ഡ്രോൺ പറത്തൽ. ജയിലിനുള്ളിലേക്ക് നിരോധിത വസ്തുക്കൾ എത്തിക്കാനാണോ ഡ്രോൺ ഉപയോഗിച്ചതെന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഹാഷിഷ് ഓയിലുമായി ഒരു തടവുകാരനെ പിടികൂടിയിരുന്നു. ഇതിന് പിന്നാലെ ഡ്രോൺ കൂടിയെത്തിയത് അതീവ ഗൗരവത്തോടെയാണ് അധികൃതർ കാണുന്നത്. മുമ്പും കണ്ണൂർ ജയിലിന് മുകളിൽ ഡ്രോൺ പറത്തിയെന്ന വിവാദമുണ്ടായിരുന്നു. ജയിലിനുള്ളിലുള്ളവർക്ക് സാധനങ്ങൾ എത്തിക്കാനാണ് ഡ്രോൺ ഉപയോഗിക്കുന്നതെന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ ദിവസം ഡ്രോൺ വനിതാ ജയിൽ ഭാഗത്തേക്ക് നീങ്ങിയെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. ജനുവരി 10 വൈകുന്നേരം 4:20 4:30 ഇടയിൽ സെൻട്രൽ ജയിലിലെ പശുത്തൊഴുത്തിന് ഭാഗത്തുകൂടെ ഒരു ഇലക്ട്രിക് ഉപകരണം വനിതാ ജയിൽ ഭാഗത്തേക്ക് പറത്തിയെന്നാണ് FIRൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മാർച്ചിലും വനിതാ ജയിലിന് മുകളിലൂടെ അജ്ഞാത ഡ്രോൺ പറന്നിരുന്നു. ജയിൽ സുരക്ഷയ്ക്ക് ഭീഷണിയാവും വിധമാണ് ഡ്രോൺ പറത്തിയത്. അന്ന് ജയിൽ കെട്ടിടത്തിനുള്ളിലെ ഓഫീസിന് മുകളിലായി 25 മീറ്റർ ഉയരത്തിലായിരുന്നു ഡ്രോൺ പറന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ജയിൽ ജീവനക്കാരൻ സൂപ്രണ്ടിനെ വിവരമറിയിക്കുകയായിരുന്നു. പിന്നാലെയാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തത്. ന്യൂസ് 18 കണ്ണൂർ. ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് ദേശീയ തലത്തിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടതാണ്. സംഭവത്തിൽ സിനിമാ താരങ്ങളിലേക്കാണ് കസ്റ്റംസിന്റെ അന്വേഷണം എത്തിയത്. ഇപ്പോൾ കസ്റ്റംസിന് പിന്നാലെ കേരള പോലീസും ഭൂട്ടാൻ വാഹനക്കടത്ത് കേസ് അന്വേഷിക്കുന്നുണ്ട്. എറണാകുളം സെൻട്രൽ പോലീസാണ് സംഭവത്തിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇന്ത്യൻ എംബസിയിൽ ഉപയോഗിച്ച ലാൻഡ് ക്രൂയിസർ കാർ എന്നു പറഞ്ഞ് പണം തട്ടിയെന്ന പരാതിയിലാണ് നടപടി. ഡൽഹി സ്വദേശി രോഹിത് ബേദി 14 ലക്ഷം രൂപ തട്ടിയെടുത്തതാണ് പരാതിക്കാരന്റെ ആക്ഷേപം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.